പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ പങ്കെടുക്കാൻ എതിർപ്പ് പ്രകടിപ്പിച്ച 3 സംസ്ഥാനങ്ങൾക്കുള്ള സർവശിക്ഷ അഭിയാൻ ഫണ്ട് പിടിച്ചുവെച്ച് കേന്ദ്രം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലേക്കുള്ള ഫണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർത്തിയത്. സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് പുതിയ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചത്. നിലവിൽ തമിഴ്നാട്, കേരളം, ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ 5 സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ല. തമിഴ്നാടും കേരളവും സന്നദ്ധത അറിയിച്ചെങ്കിലും ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നിവ വിസമ്മതിച്ചതാണ് SSA ഫണ്ട് നിർത്താൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. സ്കൂളുകളുടെ വികസനത്തിനുള്ള ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനങ്ങളും വഹിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ വിദ്യാലയങ്ങളിൽ PM ശ്രീ എന്ന ബോർഡ് വയ്ക്കുകയും വേണം. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള പദ്ധതിക്ക് കേന്ദ്രവുമായി സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒക്ടോബർ, ഡിസംബർ, ജനുവരി, മാർച്ച് സർവശിക്ഷ അഭിയാൻ ഫണ്ടിന്റെ 3ാമത്തെയും 4ാമത്തെയും ഗഡുവും നടപ്പു സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ, ജൂണിലെ ആദ്യ ഗഡുവുമാണ് പിടിച്ചുവെച്ചിരിക്കുന്നത്. ഫണ്ടുകൾ റിലീസ് ചെയ്യാനായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സംസ്ഥാനങ്ങൾ നിരന്തരം കത്തുകളും അയക്കുന്നുണ്ട്. ഡൽഹിക്ക് 330 കോടിയും പഞ്ചാബിന് 515 കോടിയും പശ്ചിമ ബംഗാളിന് 1000 കോടിയുമാണ് കേന്ദ്രം നൽകാനുള്ളത്. നിലവിൽ ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പേരിൽ മാതൃകാപരമായ സ്കൂളുകൾക്കായി സമാനമായ പദ്ധതി നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചാണ് ഡൽഹിയും പഞ്ചാബും പുതിയ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത്. സംസ്ഥാനങ്ങൾ 40% ചെലവ് വഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകൾക്കൊപ്പം PM SHRI എന്ന പേര് ചേർക്കണമെന്ന് നിർദ്ദേശമാണ് പിന്തിരിയാനുള്ള കാരണം. പശ്ചിമ ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി ബ്രത്യ ബസുവും വിദ്യാഭ്യാസ സെക്രട്ടറി മനീഷ് ജെയിനും ഡൽഹി സർക്കാരും നിലവിൽ കെട്ടിക്കിടക്കുന്ന SSA ഫണ്ട് നൽകണമെന്ന് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. 2023 ജൂലൈ മുതൽ കേന്ദ്രവും പഞ്ചാബ് സർക്കാരും തമ്മിൽ 5ഓളം കത്തിടപാടുകളാണ് നടന്നത്. പദ്ധതിയുടെ ഭാഗമാകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നിന് എഴുതിയ കത്തും ഇതിൽപ്പെടും. നേരത്തെ പദ്ധതിയിൽ അംഗമാകാൻ പഞ്ചാബ് തീരുമാനിച്ചിരുന്നു. 2022 ഒക്ടോബറിൽ ഇതു സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നെങ്കിലും പിന്നീട് പഞ്ചാബ് ഏകപക്ഷീയമായി ഒഴിവാകുകയായിരുന്നു. സംസ്ഥാനം ഇതിനകം തന്നെ സ്വന്തം സ്കൂൾസ് ഓഫ് എമിനൻസ്, സ്കൂൾ ഓഫ് ബ്രില്യൻസ്, സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്നിവ നടപ്പിലാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. നിലവിൽ കേന്ദ്രം SSA ഫണ്ട് നൽകാത്തത് കാരണം ശമ്പളം മുടങ്ങിയേക്കുമെന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി ഹർജോത് സിംഗ് ബേനൻസ് ഉന്നയിച്ചത്. കേന്ദ്രം പുതിയ സ്കൂളുകൾ പോലും ഉണ്ടാക്കുന്നില്ല, നിലവിലുള്ള സ്കൂളുകൾ നവീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ എടുക്കുകയും വേണം. ബോർഡുകളിൽ PM ശ്രീ എന്നെഴുതി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.